പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ നല്ല ദിവസത്തിൻ്റെ നന്മകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തോടെ ഈ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതർ ഇങ്ങനെ മസിൽ പിടിച്ച് തല്ലുകൊണ്ടേ ഞാൻ അടങ്ങൂ എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഉപായമില്ലാതെ ഈ പല വൈദികരെയും കാണേണ്ടി വരും. ഉപായമില്ലാത്ത വൈദികൻ അത്ര വിലയുള്ളവനല്ല, മാന്യതയുമില്ല. കാരണം ഇടയ്ക്ക് വെച്ച് ഒരാൾ വിവാഹമോചനം വാങ്ങിച്ച് ഒറ്റപ്പെട്ടിട്ട് ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞ് നടക്കുന്ന കണക്കാണ്. ഈ കുപ്പായം കീറി കളഞ്ഞേച്ചും കുപ്പായം യോഗ്യതയോടെ ഉപയോഗിക്കേണ്ടടുത്ത് അയോഗ്യതയോടെ ഉപയോഗിച്ചുകൊണ്ട് ദൈവനിഷേധം കാണിച്ച് എതിർസാക്ഷ്യം കൊടുക്കുന്നത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന കാലത്ത് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു വിദ്യാർത്ഥി ഒരു പൗരോഹിത്യം സ്വീകരിച്ചു. അവൻ അതിനുവേണ്ടി അനുഭവിച്ച വേദന എനിക്കറിയാം. കാരണം അവനൊരു രോഗിയായിരുന്നു. ഭയങ്കര നടുവേദന. 2 വർഷം കഴിഞ്ഞപ്പം ഒരു തരത്തിലും പറ്റത്തില്ല, അവനെ തിരിച്ചുവിട്ടു. വീണ്ടും അവൻ ചെന്ന് കയറി. അവൻ്റെ വേദനയ്ക്ക് വലിയ കാര്യമായ കുറവില്ല, എന്നിട്ടും അവൻ സമ്മതിക്കില്ല. പിതാവിനോട് പറഞ്ഞെന്നെ ഞാൻ എന്തായാലും അച്ഛനായേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനാകാനായിട്ട് തീവ്രമായി ആഗ്രഹിച്ചു. അവസാനം 2ാം വട്ടവും അവനെ പറഞ്ഞയച്ചു. മോനെ പറ്റില്ലടാ, നിൻ്റെ ആരോഗ്യം ഈ ശുശ്രൂഷയ്ക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. അവസാനം പിതാവിനോട് പറഞ്ഞ് എനിക്കൊരു ലെറ്റർ തരിക, ഞാൻ വേറെ ഏതെങ്കിലും സഭയിൽ, ഇടവക പട്ടത്തിലാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ അത് പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സഭയിൽ ഞാൻ പോയി ഒരു വൈദികനാകട്ടെ, എനിക്ക് ഈശോയുടെ ബലി അർപ്പിക്കണം, എനിക്കൊരു പുരോഹിതനാകണം. എൻ്റെ ദൈവമേ, പൊറുതി മുട്ടിയിട്ട് പിതാവ് പറഞ്ഞ് നീ ഒരു 2-3 മാസം കൂടി ക്ഷമിക്കാൻ, ഞാൻ നോക്കട്ടെ. ഏതായാലും വീണ്ടും അവനെ എടുത്ത് പഠിപ്പിച്ചു. പുരോഹിതനായി. നല്ല സഹനത്തിന് നടുവിൽ, ഭയങ്കരമായ നടുവേദനയ്ക്ക് നടുവിൽ അവൻ തൻ്റെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് ജീവിതം തുടങ്ങി. ആ മകന് പല ഇടവകളിൽ ഇങ്ങനെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവക പട്ടക്കാരനായിട്ട് തന്നെയാണ്. അവൻ്റെ സഹനം, അച്ഛൻ്റെ സഹനം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം നിന്ന് കുർബാന ചെല്ലണം, പക്ഷെ നിന്ന് കുർബാന ചെല്ലാൻ പറ്റില്ല. നല്ല പ്രാസംഗികനാണ്, നന്നായിട്ട് പാടുന്ന മനുഷ്യനാണ്. ആ മകൻ്റെ സഹനം കണ്ടപ്പോഴെല്ലാം ഒരു പൗരോഹിത്യത്തിൻ്റെ വില എനിക്ക് മനസ്സിലായി. കാരണം അത്രയേറെ സഹിച്ചിട്ടും എനിക്ക് പൗരോഹിത്യം കിട്ടിയേ മതിയാകൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് ബലിപീഠത്തിൽ ഇന്നും ബലി അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പുരോഹിതൻ. ഇന്നും ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഈ അച്ഛനോട് വലിയ ഇഷ്ടമാണ്. ഒരുപാട് നന്മ ചെയ്യുന്ന, ഒരുപാട് നല്ല വാക്കുകൾ പറയും, നല്ല പ്രാസംഗികനാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പുരോഹിതൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് അത് വാങ്ങിച്ചത്. പക്ഷേ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പൗരോഹിത്യം നഷ്ടപ്പെടുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിനും ഭൂമിക്കും മാതാപിതാക്കൾക്കും കൂടപ്പുറപ്പുകൾക്കുമെല്ലാം വലിയ സങ്കടത്തിന് കാരണമാകും. നിന്നെയൊക്കെ വെറും ചാപിള്ളയെ പോലെ കാണേണ്ടി വരും. ഈ കുപ്പായം ഊരുന്ന പുരോഹിതർ, നിങ്ങൾ ഈ അഹങ്കാരം കാണിച്ച് കുപ്പായത്തിൻ്റെ പള്ളക്കാണ് പിടിച്ചേക്കുന്നത്. ഇത് കീറിപ്പോവും ഉറപ്പ്. അതുകൊണ്ട് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ബോധമുള്ളൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. സഭയോട് കുസ്തി പിടിച്ചിട്ട് മലയോട് കുസ്തി പിടിച്ച് മല ഇടിച്ച് നിരത്തുമെന്നും പറഞ്ഞ് ഇടിച്ചാൽ എന്ത് പറ്റും? കൈ പോകുന്നതല്ലാതെ മല പൊട്ടുകയില്ല. അതുപോലെ കത്തോലിക്ക സഭയെ ഇടിച്ച് മാർപ്പാപ്പയെ തകർക്കും, ഞങ്ങൾ സഭയെ തകർക്കും, അതുവഴിയായി ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ഞങ്ങൾ ആക്ഷേപിക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകുമെന്ന് പറയുന്ന പുരോഹിതരെ, നിങ്ങളുടെയൊക്കെ അവസാനം അടുത്തിരിക്കുന്നു. മരിച്ചു പോകുന്നല്ല, കുപ്പായമില്ലാത്ത പുരോഹിതൻ വേറും വിലയില്ലാത്തവനായി മാറും. നിങ്ങളൊരു കുപ്പായം ഇട്ടുകൊണ്ട് ഒരു വഴിയെ നടന്നു പോകുമ്പോൾ എന്തേ മനുഷ്യർ നിങ്ങളെ ബഹുമാനിക്കുന്നത്? ഇന്ന് ആക്ഷേപമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുരോഹിതർക്കെല്ലാം ആക്ഷേപമാണ്. അല്ലാത്ത യഥാർത്ഥ ദൈവഭക്തിയുള്ള പുരോഹിതരൊക്കെ ഇന്നും ശ്രേഷ്ഠതയോടെ നാനാജാതി മതസ്ഥർ. എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മറ്റൊരു അയൽക്കാരൻ ഒരു നല്ല ക്രിസ്ത്യാനിയാണ്, ഭീകരമായ വിമതന. ആ ഹൈന്ദവ സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സഹോദരൻ നിങ്ങളിങ്ങനെ ഈ മാർപ്പാപ്പയൊക്കെ ധിക്കരിക്കുന്നത്? അപ്പോൾ പറയുകയാണ്, മാർപ്പാപ്പ ശരിയല്ല, മാർപ്പാപ്പയ്ക്ക് മുഴുവൻ തെറ്റാണ്. അപ്പോൾ ഈ ഹൈന്ദവ സഹോദരൻ പറയുക, ഞങ്ങൾ ആ പാവത്തിൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടായിരിക്കുന്നത്. അദ്ദേഹം എത്രയോ ദൈവസ്നേഹത്തോടെ കരുതലോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളെന്തേ ഇങ്ങനെ പറയുന്നു? നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയെയും അധികാരികളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നൊരു മനുഷ്യൻ. ഇതൊരൽമായ സഹോദരനാണ്.
ചിന്തിച്ച് നോക്ക്. ഈ പൗരോഹിത്യത്തിൽ നിന്നും പകർന്നു കൊടുത്ത കള്ളം പറഞ്ഞു കൂട്ടി പാവപ്പെട്ട ദൈവജനത്തിൻ്റെ ആത്മാവിനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓരോ പുരോഹിതരെ നിങ്ങൾക്ക് സ്വർഗരാജ്യമെന്ന് പറയാനല്ലാതെ സ്വർഗവും കിട്ടില്ല, ശുദ്ധീകരണ സ്ഥലവും കിട്ടില്ല, ഉറപ്പ് നരകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇത്രയും വലിയ നിത്യനാശത്തിലേക്ക് പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി യാചിക്കുന്നു. നിങ്ങൾ ഈ ഒന്ന് രമ്യപ്പെട്. എന്തിന് നിങ്ങൾ ഈ 34 രൂപതക്കാർക്കും ബോധമില്ലേ, അറിവില്ലേ, ജ്ഞാനമില്ലേ, ആത്മാവില്ലേ? ഈ 34 രൂപതക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളാണ് ശരിയെന്ന് പറയുന്ന എത്രയോ വലിയ അന്ധകാരമാണ്. പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെന്നറിയുമ്പോൾ ബോധം വരും, ജ്ഞാനം വരും. ജ്ഞാനം വരുമ്പോൾ വിവേകത്തോടെ ജീവിക്കുവാനുള്ള അനുഗ്രഹം കിട്ടും. അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.